Hi, let's continue balance of exercise 2.2 from lesson 2. Now we are going to directly exercise 2.3. In the last class we discussed HCF and multiples. Okay, now and there are some facts of multiples etc. Now we are going to exercise 2.3. First question is write first 5 multiples of some numbers are given. First question, some numbers are given here. You want to write down the factors, multiples of the given numbers. Some questions I will do. Baki others are you can. That is notebook notebook. Question number 1 in a C, D, E, F homework balance question and chain questions. That is A, G, H, I. ഇത്രയും question ഞാൻ ചെയ്യും. ബാലൻസ് നിങ്ങൾ ഇതുവരെ homework ചെയ്യണം. First question A. Question number A. Multiples of 6. എത്ര എണ്ണം എഴുതണം? 5 എണ്ണം എഴുതിയത്. അതായത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വരെ എഴുതുക. അപ്പോൾ ടേബിൾ പറഞ്ഞു കൊടുക്കുക. 1 6 6 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30. These are the എത്രണ്ണായി 1 2 3 4 5 5 6 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അത്രയും ടേബിൾസ് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ദിസ് വൺ ഈസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ വിൽ ഡു ക്വസ്റ്റ്യൻ നമ്പർ ജി. ക്വസ്റ്റ്യൻ നമ്പർ ജി ഈസ് 16. 116 is 16, 316 are 32. അടുത്ത എന്ത് ചെയ്യണം? 16 നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 3s are 18, 1 3 is 3 plus 1 4 48. അടുത്ത 16 divided by 4, 16 by 4, 6 4s are 24, 2 1 4 is 4 plus 2 6, 64. എത്രണ്ണായി? 1 2 3 4. ഇനി അടുത്ത 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 5s are 30, 1 5 is 5 plus 3 18. Answer is 18. So we got 8 multiples. Okay. Now the next one is question number H. Question number H I will do. Question 12. Question number 12. That is 12. 1 12 is 12. അതെല്ലാവർക്കും അറിയാം. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ. ഇനി 2 12s are 24. അത്ര വരെ അറിയാം. 12 ന്റെ ടേബിൾ ആർക്കെങ്കിലും അറിയാമോ? അറിയത്തില്ല, മൾട്ടിപ്ലൈ ചെയ്യുക. 12 3s are 36, 48, 60. 1 12 is 12, 2 12s are 24, 3 12s are 36, 4 12s are 48, 5 12s are 60. Right? Next I. I easy ആണ്. I നിങ്ങൾ തന്നെ ചെയ്യുക. J ചെയ്യാം. J. Question number J ഞാൻ ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനോടൊന്നും ചെയ്യണ്ട. 90. 119 is 90. ബാക്കി ടേബിൾ അറിയത്തില്ല ടേബിൾ 19. സോ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 19 into 2. 9 2s are 18. 1 2 is 2 plus 1 3 38. 19 into 3. 9 3s are 27. 2 1 3 is 3 plus 2 5 57. 5 എന്നാണ് പറഞ്ഞത്. 5 മൾട്ടിപ്പിൾ. സോ 5 വരെ മൾട്ടിപ്ലൈ 5 കൊണ്ട് വരെ മൾട്ടിപ്ലൈ ചെയ്യുക. 13 into 4. 9 4s are 36. 3 1 9 4 is 4 plus 1 3 70. Once again one more number. 19 into 5. 9 5s are 45. 4 1 5 is 5 plus 4 9. Answer is
15, 1, 4 3s are 12 plus 1, 13, 135, 45 into 4, 5 4s are 20, 4 4s are 16 plus 2, 80, 180, 45 into 5, 5 5s are 25, 2, 5 4s are 20 plus 2, 22, 225. എത്രണ്ണമായി? അഞ്ചെണ്ണമായില്ലേ? ഇത് എത്രയാണ്? 45ന്റെ മൾട്ടിപ്പിൾസ്. ഓക്കെ. Next, question number 2. By actual division, check out if ഒരു തന്നിരിക്കുന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ആക്ച്വൽ ഡിവിഷൻ മീൻസ് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ, റിമൈൻഡർ 0 കിട്ടിയില്ലെങ്കിൽ നോട്ട് എ മൾട്ടിപ്പിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബി സി ഞാൻ ചെയ്യുകയാണ്. എ ബി സി. ഓക്കെ. ലാസ്റ്റ് ജിയും എച്ചും നിങ്ങൾ ചെയ്യണം. ജി എച്ച് നിങ്ങൾ ചെയ്യണം. ഓക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഫസ്റ്റ് എ, ക്വസ്റ്റ്യൻ നമ്പർ എ, 264 is a multiple of 6. 6. So that you want to multiply. Answer എങ്ങനെ എഴുതും? ഡിവൈഡ് ചെയ്യുക. 264 divided by 6. 26 നകത്ത് 4 6 are 24 minus 6 minus 4 2. ഇവിടെ 0. Next ഈ 4 താഴേക്ക് 24. Again 4 6 are 24. Look, remainder is 0. So how can we say that? Yes, 264 is a multiple of 6. Right. കണ്ടോ? ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ B, question number B. 13,452. 452 is a multiple of 4. Multiple of 4. അപ്പോൾ എന്ത് ചെയ്യണം? ആൻസർ ഡിവൈഡ് ചെയ്ത് നോക്കാം. 13,452 divided by 4. 3 4s are 12. Subtraction. Underline. 13 minus 12. 1. Next this 4 write down 14. In 14, 3 4s are 12. Again subtract. Next subtract 2. At the 5 താഴേക്ക് 25. Okay. 5 4s are 6 4s are 24. Subtract. 5 minus 4 is 1. Next this 2 താഴേക്ക് 12. 3 4s are 12. Subtraction 0. Yes, remainder 0 please. So we can say that answer is yes. ഇവിടെ എഴുതാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ എഴുതാം. Yes. 13,452 is a multiple of 4. കണ്ടോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സി. ക്വസ്റ്റ്യൻ നമ്പർ സി. 61,572 is a multiple of 8. Is a multiple of 8. Of 8. 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് തന്നിരിക്കുന്ന നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8. ഫസ്റ്റ് 61. 7 8s are 56 minus ഈ 1 ന് 6 പോവോ? ഇല്ല, ബോറോ ചെയ്തു. 11 11 minus 6 5. ഇവിടെ പിന്നെ 5 ആയി പോയി. 5 ന് 5 പോയ 0. നെക്സ്റ്റ് 5 താഴേക്ക് 55.
വെച്ച് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ ഈ കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ഇത്രയും നിങ്ങൾ നോട്ട്ബുക്ക് എഴുതിയാൽ മതി. ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളൂ എല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 135 is a multiple of 5. 5 ന്റെ multiple 135 divided by 5. 2 5s are 10 minus 3 35. 7 5s are 35. Okay, answer is result remaining 0. So 135 is a multiple of 5. Right? മനസ്സിലായോ? ഇങ്ങനെയാണോ അത് ചെയ്യുന്നത്? എളുപ്പമല്ലേ? എക്സാക്ട് ഡിവിഷൻ വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. Next question number 3. Third multiple of 10. 10 is the third multiple. Means answer is equal to 3 into 10. എത്ര വരും? 30. ഇങ്ങനെ എഴുതിയാൽ മതി. മനസ്സിലായോ? എത്രാമത്തെ മൾട്ടിപ്പിൾ ആണെന്ന് വെച്ചാൽ അത് എഴുതിയാൽ ഇതിനകത്ത് നോട്ട്ബുക്ക് വർക്ക് A B C 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ അതിനകത്ത് A ചെയ്തു. B ക്വസ്റ്റ്യൻ നമ്പർ B. ഫിഫ്ത്ത് മൾട്ടിപ്പിൾ ഓഫ് 25. This answer is equal to 5 into 25. 5 into 25 എത്ര? ഗുണിച്ച് നോക്കിക്കേ. 25 into 5. 25 to 5 2s are 10. 10 plus 2 12. 125. That is the answer. Right? Next question number C. 10th multiple of 47. 47 ന്റെ 10th multiple എന്ന് പറയുമ്പോൾ ആൻസർ 10 into 47. ഒരു നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഒരു 0 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ദ ആൻസർ. ഇതാണ് 10th multiple. മനസ്സിലായോ? അപ്പോൾ അതേപോലെ ബാലൻസ് ക്വസ്റ്റ്യൻ ഈ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനോട് എന്ത് ചെയ്യാം? ഫോർത്ത് മൾട്ടിപ്പിൾ ഓഫ് 31. That is answer is equal to 4 into 31. That is equal to 31 into 4. 1 4 is 4. 4 3s are 12. 124. Right? മനസ്സിലായോ? Okay. ഇത് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഈ 3 ക്വസ്റ്റ്യൻ ഇതിന് ചെയ്താൽ മതി കേട്ടോ. അടുത്ത എക്സസൈസ് 2.3 ക്കാതെ ക്വസ്റ്റ്യൻ നമ്പർ 4. 7 which lie between 60 and 75. Write the multiples of 7. 7 ന്റെ multiples എഴുതുക. lies between 60 and 75. 60 ക്കും 75. 60 ക്കും 75 നും ഇടയ്ക്കുള്ള 7 ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. അപ്പോൾ 7 ന്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കുക. 1 7 is 7, 2 7s are 14, 3 7s are 21, 4 7s are 28, 5 7s are 35, 6 7s are 42, 7 7s are 49, 8 7s are 56, 9 7s are 63, 10 7s are 70, 11 7s are 77. 77 വരെ വേണോ? വേണ്ട. 75 വരെ. അപ്പോൾ 60 ക്കും 75 നും ഇടയ്ക്കുള്ള മൾട്ടിപ്പിൾസ് ടേബിളിൽ വരുന്ന ഏതാണെന്ന് നോക്കിയാൽ 60 കഴിഞ്ഞ് വരുന്നത് 1, 63 വരുന്നത് 70 വരുന്നത്. 77 എടുക്കണോ? വേണ്ട. അതിന് ഇടയ്ക്ക് കിടക്കുന്നത്. അപ്പോൾ 60 എടുക്കണ്ട, 75 എടുക്കണ്ട. ഈ 60 and 75 ഏതൊക്കെയുള്ളൂ? 63 and 75. 63, 75. That is the answer. Understand? Next question. Question number B. This is A. 9 which are
7 9s are 63, 8 9s are 72. Oh, 70 കൂടുതലല്ല, 70 താഴെയാണ്. വേറെ ഒരു ഇവിടെ 54 ആണ്, 63. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് നമ്മൾ എഴുതുക. ആൻസർ ഈസ് ഈക്വൽ ടു 6 9s are 54 കറക്റ്റ് ചെയ്തോണേ. 9 18 27 36 45 54 63. ഇത്രയേ ഉള്ളൂ. അടുത്ത നമ്പർ 72 ഗ്രേറ്റർ ആയിരിക്കും, ലെസ് ദാൻ 70. 70യേക്കാൾ കുറഞ്ഞ നമ്പർ, കുറഞ്ഞു നിൽക്കണം. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ സി. 4ന്റെ മൾട്ടിപ്പിൾസ് between 3 and 30 and 50. Between 30 and 50. 30 and 50. ഇത് നോട്ട്ബുക്കിനകത്ത് എ ബി സി എഴുതിക്കൊള്ളുക. എ ബി സി ഇത് മൂന്നെണ്ണേ ഉള്ളൂ. 3 ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. അപ്പം 4ന്റെ ടേബിൾസ് 1 4 is 4, 2 4s are 8, 3 4s are 12, 5 4s are 20, 6 4s are 24, 8 4s are 32, 9 4s are 36, 10 4s are 40, 11 4s are 44, 12 4s are ഗുണിച്ചു നോക്കുക 48. അടുത്ത 12 into 5 60 ആയിരിക്കും. അപ്പം 50 താഴെ നിന്ന് ഏതൊക്കെയാണ്? 48, 34, 40, 36, 32. 30 മുമ്പ് വന്നാൽ 30യേക്കാൾ കൂടുതൽ 50യേക്കാളും, അതായത് 30ക്കും 50നും ഇടയിൽ വരുന്നത് ഏതൊക്കെയാണ്? ഇത് ഇത്രയും. അപ്പോൾ ബാക്കിയുള്ളത് മായ്ച്ചാണ്. ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? 32, 36. ആൻസേഴ്സ് ഈസ് 32, 36, 40, 44 and 48. These are the multiples of 4 lying between 30 and 50. അടുത്ത ഫില്ലപ്പ് ആണ്. റെഫർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്പിൾസ് ആൻഡ് ഞാൻ ആ പ്രോപ്പർട്ടീസ് പറഞ്ഞില്ലേ, പേജ് നമ്പർ 78 പ്രോപ്പർട്ടീസ് പറഞ്ഞില്ലേ, അതിനകത്തൊന്നും നമ്മൾ എഴുതേണ്ട. പേജ് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അത് നമ്മൾ ആ പേജ് നമ്പർ 78 കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എവരി മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഡാഷ് ബൈ ദാറ്റ് നമ്പർ. എന്താണ് എവരി മൾട്ടിപ്പിൾ ഓഫ് എ every multiple of a number is dashed by that number. Exactly divisible by. The answer is exactly divisible by that number. Now the answer exactly divisible exactly divisible by that number. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി ഡിവിസിബിൾ, എക്സാക്ട് ഡിവിഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ റിമൈൻഡർ 0 കിട്ടത്തില്ല. എ നമ്പർ ക്യാൻ ഹാവ് ഡാഷ് നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ്. എത്ര മൾട്ടിപ്പിൾസ് കാണും? ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് എത്രണ്ണം കാണും? അൺലിമിറ്റഡ്. എണ്ണാൻ പറ്റുമോ? ലിമിറ്റ് ഇല്ലാത്തവർക്ക് മൾട്ടിപ്പിൾസ് കാണും. അപ്പൊ രണ്ടാമത്തെ ആൻസർ അൺലിമിറ്റഡ്. എന്താണ്? അൺലിമിറ്റഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് സി. എ നമ്പർ ഈസ് ദ ഡാഷ് മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സെൽഫ്. എ നമ്പർ ഈസ് ദ ഡാഷ് മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സെൽഫ്. എന്താണത്? ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സെൽഫ്. ഒരു നമ്പർ ഈസ് ദ സെയിം നമ്പർ ഇറ്റ്സെൽഫ്. എ നമ്പർ ഈസ് ദ അതിന്റെ തന്നെ നമ്പർ ആയിരിക്കും. എ നമ്പർ ഈസ് ദ ഡാഷ് മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സെൽഫ്. The same multiple of itself. Every number is a multiple of itself. എല്ലാ നമ്പറും അതിന്റെ തന്നെ മൾട്ടിപ്പിൾ ആയിരിക്കും. itself. A number is the every multiple of a number is dash greater than or equal to number. അതായത് greater than വലുതോ അതിൽ ഒന്നിൽ കൂടുതലായിരിക്കും അല്ലെ സെയിം ആയിരിക്കും. greater than or equal to the number. A number is the dash multiple of C. Question number C നോക്കിക്കോളൂ. Sorry, A B C D E. Question number C ക്ക് അതൊരു കൺഫ്യൂഷൻ
fixed. ഫസ്റ്റ് മൾട്ടിപ്പിൾ അതായത് ഒരു നമ്പർ എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ. ഇപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏതാണ്? 7 തന്നെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ഫിക്സഡ്. അപ്പൊ അതിന്റെ തന്നെ ആദ്യത്തെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ സിയുടെ ആൻസർ ഫസ്റ്റ് എന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. സെയിം എന്നല്ല ഫസ്റ്റ് എന്ന് ആക്കിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മളൊരു ടോപ്പിക്കിലോട്ട് പോകുന്നത് LCM. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ നോട്ട്ബുക്കിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മൊത്തം എഴുതുക. 5th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക കേട്ടോ. അടുത്തത് നമ്മൾ പോകുന്നത് അടുത്ത ടോപ്പിക് എക്സസൈസ് 2.3 ആണ്. നോട്ട്ബുക്കിൽ 5th കംപ്ലീറ്റ് ചെയ്യണം. 4th ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോരോ എക്സസൈസ് ചെയ്യുമ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ മുകളിൽ എഴുതിയത് അതനുസരിച്ച് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ കോമൺ മൾട്ടിപ്പിൾസ് ആൻഡ് LCM. കോമൺ മൾട്ടിപ്പിൾ ആൻഡ് LCM.
notebook purpose. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ A B H I J ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്യുകയാണ്. A ചെയ്തു. ഇനി B. Question number B. Question number B is that 6 and 8. First 6 ന്റെ എഴുതുക. 1 6 is 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48, 54, 60. ഇവിടെ വരെ നമുക്ക് എഴുതാം. 8 വരെ എന്തായാലും എഴുതി പോകാം. നമുക്ക് 3 എണ്ണം കിട്ടിയില്ലെങ്കിൽ വീണ്ടും മൾട്ടിപ്പിൾസ് എഴുതി നോക്കാം. അപ്പോൾ എവിടെയെങ്കിലും വെച്ചാൽ കിട്ടുന്നത് ഒത്തിരി എഴുതാമല്ലോ. അടുത്ത 8. 1 8 is 8, 2 8 are 16, 3 8 are 24, 32, 24 ഉണ്ടോ? ഉണ്ട്. 4 ഇവിടെ ഉണ്ട്. 30 ഉണ്ടോ? ഇല്ല. 36 ഉണ്ടോ? ഇല്ല. 42 ഉണ്ടോ? ഇല്ല. 48 ഉണ്ട്. അടുത്ത 54 ഉണ്ടോ? ഇല്ല. 3 എണ്ണം വേണം. 54 ൽ 60 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇനി എഴുതി കൊടുക്കണം. 11 6 are 66. അടുത്ത 12 into 6 72. കിട്ടി. ഒന്നോടെ കിട്ടി. 72. അപ്പം കണ്ടോ, നമ്മൾ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് മൾട്ടിപ്പിൾസ് കൂടെ അങ്ങോട്ട് എഴുതി കൊടുക്കും. അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ കോമൺ മൾട്ടിപ്പിൾസ് ആർ equal to 424, 48 and 72. ഇങ്ങനെയാണ് മൾട്ടിപ്പിൾസ് എഴുതുന്നത്. മനസ്സിലായോ? കോമൺ മൾട്ടിപ്പിൾസ് എഴുതുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളുക. ക്വസ്റ്റ്യൻ നമ്പർ H. ബാക്കി ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. H 4 8 12 3 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം നോക്കുക. ഫസ്റ്റ് 4ന്റെ 1 4 is 4, 2 4s are 8, 3 4s are 12, 5 4s are 20, 6 4s are 24, 7 4s are 28, 8 4s are 36, 8 4s are 32, 9 4s are 36, 10 4s are 40. ഇവിടെ വരെ നിൽക്കട്ടെ. നമുക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് അങ്ങോട്ട് എഴുതി കുടിച്ച് എഴുതി പോകാം. അറിയാവുന്ന നമ്പർ ടേബിൾ പറഞ്ഞു നിർത്തുക. നെക്സ്റ്റ് 8. 1 8 is 8, 2 8 are 16, 3 8 are 24, 32, 24, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന 4 ഇതിലെല്ലാം ഉണ്ടോ? ഇല്ല. 8 ഉണ്ടോ? ഇതിലില്ല. 12 ഉണ്ട്. ഇതിലുണ്ട്. ഇതില്ല. 12 ഇല്ല. അടുത്ത ഏതാ? 20 ഉണ്ടോ? ഇല്ല. 24 ഉണ്ട്. 24 വരുന്നുണ്ട്. അടുത്ത 28 ഉണ്ടോ? ഇല്ല. 32 ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ല. 36 ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്. പിന്നെ 40 ഉണ്ടോ? 40 ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ല. അപ്പോൾ വീണ്ടും ടേബിൾസ് എഴുതണം. അപ്പോൾ 10 4s are 40, 11 4s are 44, 12 4s are വരുന്നുണ്ടോ? യെസ്, 48 വന്നു. കണ്ടോ? ഇവിടെ വന്നു. അപ്പോൾ എവിടെങ്കിലും ഒന്നും
ഇവിടെ ഇല്ല. 30 ഉണ്ടോ? ഇല്ല. 35 ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. 40 ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ വരും. പക്ഷെ 45 നമുക്കിവിടെ ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എഴുതാം. ഓക്കെ, ഇവിടെ ഏതോടെ കൂട്ടി എഴുതാം. ഇവിടെ ഏതോടെ കുറച്ചുകൂടെ കൂട്ടി എഴുതാം. 32, 34, 36, 40, sorry 38, 40, 42, 44, 46, 48. ഇങ്ങനെ പോകും. വരുന്നുണ്ടോ? എവിടെയെങ്കിലും നോക്കിക്കേ. കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ? 75 ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ 70 ഉണ്ട്. ഇവിടെ 70 ഉണ്ട്. ഇവിടെ 70 വരുന്നുണ്ടോ? ഇവിടെ 70 വരും. 48 കുറേ എഴുതണം. 50, 52, 54, 58. 2ന്റെ കുറേ എഴുതണം. വലിയ വലിയ നമ്പേഴ്സ് വരുന്നില്ലേ? 58, 60, 62, 64, 66, 68, 70, 72, 74, 76, 78, 80, 81, 82, 84, 86, etc. നോക്കാം നമുക്ക്. 70 വരുന്നുണ്ടോ? ഇവിടെ 70 വന്നോ? 70 വന്നോ? ഇതിനകത്ത് 70 വന്നു. ഇനി ഏതാ ഉള്ളത്? 75 ഇല്ല. 80 ഉണ്ടോ? 80 ഇല്ല. 85 ഉണ്ടോ? ഇല്ല. 90 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് നോക്കിക്കേ, 70 മാർക്കേ നമുക്ക് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് വേണം 3 എണ്ണം വേണം. നോക്കിക്കേ, എനിക്കിവിടെ എഴുതാനായിട്ട് സ്പേസ് കിട്ടുന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാക്കി ഇങ്ങനെ കുറേ മൾട്ടിപ്പിൾസ് എഴുതണം. ഇത് നോട്ട്ബുക്കിൽ എഴുതണ്ട. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണ്ട കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതണ്ട. നിങ്ങൾ അല്ലാതെ റഫ് ബുക്ക് ചെയ്യുക. ഇതിനകത്ത് സ്പേസ് ഇല്ലാത്ത കാരണം ഞാനിത് വാട്സപ്പിൽ ചെയ്ത് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇതേപോലെയാണ് ചെയ്യുന്നത്. ബോർഡിൽ സ്പേസ് ഇല്ല. നമുക്ക് എഴുതി റഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ വാട്സപ്പിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ J. ഇത് ഞാൻ ക്വസ്റ്റ്യൻ I എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ J 2, 5, 6. നമുക്ക് ഇച്ചിരി ചെറുതായിട്ട് എഴുതി വലുതാ കുറേ എഴുതി നോക്കാം. എങ്കിലും ചിലപ്പോൾ കിട്ടത്തുള്ളൂ. 1, 2 is 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 28, 26 എഴുതിയില്ല. 26, 28, 30, 32, 34, 36, 38, 40, 42, 44. ഇങ്ങനെ പോട്ടെ. നെക്സ്റ്റ് 5ന്റെ 5, 10, 15, 20, 25, 30, 35, 40, 45. നെക്സ്റ്റ് 6ന്റെ 6, 12, 18, 24. കോമൺ ഫാക്ടേഴ്സ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും എഴുതേണ്ടി വരും. 6 ഇതിലില്ല. 10 ഉണ്ടോ നോക്കുക? ഇല്ല.
ഇനിയും എഴുതേണ്ടി വരും. ഓക്കെ, 45, 50, 55, 60, 65, 70, 75, 80, 85, 90, 95, 100, 105, 110, 115, 120. പോട്ടെ. അപ്പോൾ മേലത്തെ അതേപോലെ മാറ്റണ്ടേ? 44, 46, 48, 50, 52, 54, 56, 58, 60, 62, 64, 68, 66, 68, 70, 72, 74, 76, 78, 80. ഇങ്ങനെ പോട്ടെ, നോക്കട്ടെ. കിട്ടുന്നുണ്ടോ? അടുത്തത് 70, 60 ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. യെസ്, ഒരു 60 കിട്ടി. ഇവിടെ 2, 3 ഉള്ളത് 60 കിട്ടി. ഇനി വേറെ ഉണ്ടോ നോക്കൂ. 66 ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇല്ല. 70 ഉണ്ടോ? ഇല്ല. 72 ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അടുത്ത 74 ഇല്ല, 76 ഇല്ല. 80 ഉണ്ടോ? 80 അവിടെ 2 എണ്ണം ഇവിടെ ഇല്ല. അടുത്ത 86, 94. ഇനി ഇവിടെ കുറച്ചുകൂടെ എഴുതിയെങ്കിലേ കിട്ടത്തുള്ളൂ. 100, 106, 112, 118, 124. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ കൂട്ടുക. അതേപോലെ ഇവിടെയും കൂട്ടുക. അടുത്തത് 130 ആയിരിക്കും കേട്ടോ. ഇവിടെ 2 തന്നു, ഇവിടെയും വരും 130. 80, 82, 90, 92, 96, 98, 100, 102. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 130 കിട്ടും. അപ്പോൾ 3 എണ്ണം കിട്ടി. 130 ഇവിടെ 2 കിട്ടി, ഇവിടെ കിട്ടി. അപ്പം കോമൺ മൾട്ടിപ്പിൾസ് കണ്ടോ, ഒരുപാട് എഴുതണം. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ചെയ്ത് പോകാൻ പറ്റൂ. കോമൺ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾസ് 30, 60, 130. കണ്ടോ? മനസ്സിലായോ എങ്ങനെ ചെയ്യുന്നതെന്ന്? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ എഴുതിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എൽസിയം കണ്ടോ. അപ്പോൾ അതായത് കോമൺ മൾട്ടിപ്പിൾസ് എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് എൽസിയം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. 30. ഇതാണ് ഏറ്റവും ചെറുത്. നമ്മൾ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ വലുതായിരുന്നു HCF. എൽസിയം എഴുതുമ്പോൾ 30. കുറഞ്ഞ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, question number 3. Find the LCM and find the first 3 common multiple of these numbers. അത് 3 കോമൺ മൾട്ടിപ്പിൾസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ LCM കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ, ഇതിന്റെ നോട്ട്ബുക്ക് വർക്ക് DEF. അപ്പോൾ ഞാനത് D ചെയ്യാം. നിങ്ങൾ ബാക്കി അതിന് മുമ്പിലത്തെയൊക്കെ ഈസിയാണ്. എയും ബിയും സിയും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. DEF ചെയ്യുക. 14, 14 and 12. 14ന്റെ ടേബിൾസ് 42, 56, 70, 84, 98, 100.
28 ഇല്ല, 42 ഇല്ല, 70 ഇല്ല, 72, 84. 84 വരുന്നു. ആക്ച്വലി നമുക്ക് ഈ ഒരെണ്ണം കിട്ടിയ അത് മതി എൽസിയം, കാരണം അതായിരിക്കും ഏറ്റവും ചെറുത്. പക്ഷേ ഇവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 3 മൾട്ടിപ്പിൾസ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഇതിന്റെ 3 മൾട്ടിപ്പിൾസ് വീതം എഴുതിയതിന് ശേഷം എന്താ ഫസ്റ്റ് 3 കോമൺ മൾട്ടിപ്പിൾസ്, 3 കോമൺ മൾട്ടിപ്പിൾസ് എഴുതണമെന്നാണ്. അപ്പോൾ ഒരെണ്ണം കിട്ടിയാൽ പോരാ, എൽസിയം കാണണമെങ്കിൽ നമുക്ക് ഒരെണ്ണം മതി. എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ചെറുതായിരിക്കും ആദ്യം വരുന്നത്, അത് എഴുതിയാൽ മതി. പക്ഷേ അവർ ക്വസ്റ്റ്യനകത്ത് 3 എണ്ണം എഴുതണമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് 3 എണ്ണം കണ്ടുപിടിക്കണം. 3 എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കിയും കൂടെ എഴുതി നോക്കുക. ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ കാണുന്നില്ല, മുമ്പ് ചെയ്ത പോലെ തന്നെ എഴുതി നോക്കുക. 126. അടുത്തത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 126 കൂട്ടി എഴുതുക, 14 കൂട്ടി എഴുതുക. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് എഴുതാനുള്ള ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാം മൾട്ടിപ്പിൾസ് ആദ്യമേ എഴുതിയിട്ടു. എഴുതിയിട്ടിട്ട് അതിൻ്റെ കോമൺ മൾട്ടിപ്പിൾസ് വരുന്നത് 84 രണ്ടിലും വരുന്നു, 168 രണ്ടിലും വരുന്നുണ്ട്, 252. ഈ 3 എണ്ണമാണ് കോമൺ മൾട്ടിപ്പിൾസ്. കോമൺ മൾട്ടിപ്പിൾസ് 3 എണ്ണം എഴുതാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ കോമൺ മൾട്ടിപ്പിൾസ് ആർ is equal to 84, 168, 252. LCM is equal to ഇതിനകത്ത് ഏറ്റവും ചെറുത്. ആക്ച്വലി നമുക്ക് LCM മാത്രം കണ്ടുപിടിച്ചാൽ ഒരെണ്ണം കിട്ടി അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കും, അതായിരിക്കും LCM. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ മൊത്തം ഞാൻ വാട്സപ്പിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് എഴുതാണ്ട്. ഓക്കെ, ടിൽ ദെൻ ബൈ, താങ്ക് യു.